അതിരെ സന്ദീപ് അതിരെ മോളെ, ഞാൻ നിന്നെ ഒരുപാട് തവണ വിളിച്ചിരുന്നു, കിട്ടിയില്ല. അതാ ഇങ്ങോട്ട് വന്നത്. ഒന്ന് കാണണമെന്ന് വലിയ മോഹമായിരുന്നു. എത്ര ദിവസമായിടോ തന്നെ ഒന്ന് കണ്ടിട്ട്. എനിക്ക് വേണ്ടി സന്ദീപ് കുറെ അനുഭവിച്ചു അല്ലേ? ഇതിനൊക്കെ ഞാൻ എന്ത് പകരം തന്നാലും മതിയാവാന്ന് എനിക്കറിയില്ല. തനിക്ക് വേണ്ടിയല്ല, നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി, നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി. നമ്മൾ ഒരുമിക്കണം എന്നുള്ളത് ഈശ്വര തീരുമാനം. അല്ലെങ്കിൽ ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. നീയില്ലാതെ ശരിക്കും ഞാൻ ഒറ്റപ്പെട്ടു പോയി. നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാൻ സന്ദീപ്. ഈ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ദൂരെ എവിടേക്കെങ്കിലും പോണം. ഇവരാരും നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. എനിക്കറിയാം. കരയാതിരിക്കും, എല്ലാം എനിക്കറിയാം. അടി കൊണ്ടത് മുഴുവൻ ഞാനാണെങ്കിലും വേദന എല്ലാം നിനക്കായിരുന്നു ഒന്ന്. നിന്റെ പ്രാർത്ഥനയും കാത്തിരിപ്പുമാണ് എന്നെ ഇവിടെ തിരികെ എത്തിച്ചത്. ഇപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടോ ഒന്നും വേണ്ടായിരുന്നു, സ്നേഹിക്കേണ്ടായിരുന്നു, കല്യാണം കഴിക്കണ്ടായിരുന്നു? ഈ മനുഷ്യായുസിൽ അനുഭവിക്കാവുന്ന എല്ലാ നരകയാതനകളും അനുഭവിച്ചിട്ടാ ഞാനിപ്പോ തന്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു തവണ പോലും എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിന്നെ മറക്കണമെന്നും നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു അജയന്റെ ആവശ്യം. അവന്റെ കണ്ണില് ഞാൻ നിന്റെ കാമുകനും നീ എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയും മാത്രമാണ്. പക്ഷേ എന്റെ മനസ്സിൽ അതല്ലായിരുന്നു. ഞാൻ സ്നേഹിച്ച് താലി കെട്ടിയ എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാ ഞാൻ അവനെ എതിർത്തത്. എനിക്കെന്തെങ്കിലും പറ്റിയ ജീവിതം തുടങ്ങുന്നതിന് മുമ്പേ നിന്റെ കെട്ടുതലി പൊട്ടുപോന്നുള്ളൊരു ഭയം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇതോടെ എനിക്കൊരു കാര്യം ബോധ്യായി. ഒരിക്കലും ആര് വിചാരിച്ചാലും നമ്മൾ തമ്മിൽ പിരിക്കാനാവില്ല. അച്ഛാ,
അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇവിടെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ആരുടെയും മനസ്സൊന്നും ക്ലിയർ അല്ല. അപ്പോ ഒരു യാത്ര പോയാലോ എന്ന് ഞാനും സച്ചേട്ടനും ആലോചിക്കുമായിരുന്നു. അതിനെന്താ, നിങ്ങൾ എവിടെ വേണേലും പോയിട്ട് വാ. ഞങ്ങളോടൊപ്പം സന്ദീപിനെയും കൊണ്ടുവന്നാ കരുതിയിരിക്കുന്നു. അത് നല്ല കാര്യ. അവൻ ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് വല്ലാത്തൊരു മൂഡില്ല. അവനും വരുന്നത് നല്ലതാവും. അല്ല, എവിടേക്കാ നിങ്ങൾ പോകുന്നേ? അങ്ങനെ സ്ഥലമൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. എങ്ങോട്ടെങ്കിലും പോണോന്ന് തീരുമാനിച്ചതേ ഉള്ളൂ. യാത്രയൊക്കെ നല്ലത് തന്നെയാ. എല്ലാവരുടെയും മനസ്സൊന്ന് തണുക്കും. വരാൻ പറ്റുന്ന ശാരീരിക ബലം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും വന്നേനെ. ഇപ്പൊ നിങ്ങൾ പോയിട്ട് വാ. ആ അച്ഛാ, ആ, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ആ, അർച്ചന എവിടെ പോവാനാ പെർമിഷൻ എടുക്കാൻ നിൽക്കുന്നേ? ഏയ്, പെർമിഷന്റെ കാര്യമൊന്നുമില്ല മോളെ. സച്ചി, അർച്ചനയും സന്ദീപും ഒരു യാത്ര പോവുകയാണെന്ന് അതെന്നോട് പറയായിരുന്നു. ആ, അതൊരു നല്ല കാര്യമാണല്ലോ. കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാ. എനിക്കിവിടെ കുറച്ച് പരിപാടി ഉള്ളോണ്ടാ, അല്ലെങ്കിൽ ഞാനും പോയേനെ. എങ്ങോട്ടേലും പോണെന്ന് ഞാനും കുറച്ചായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളെ കൊണ്ട് എന്തായാലും പറ്റില്ല. അപ്പോ പോവാൻ പറ്റുന്നവരെങ്കിലും പോട്ടെ. ആ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. അർച്ചന നമ്മുടെ മലമുകൾ ഗസ്റ്റ് ഹൗസ് കണ്ടിട്ടുണ്ടോ? മലമുകൾ ഗസ്റ്റ് ഹൗസോ? അതെവിടെയാ അച്ഛാ? കുറച്ച് ദൂരെയാ. സച്ചിക്കറിയാം. മോള് ദൂരെ കണ്ടിട്ടില്ലല്ലോ. എങ്കിൽ പിന്നെ നിങ്ങളുടെ യാത്ര അങ്ങോട്ടായിക്കോട്ടെ. ശരി അച്ഛാ, അങ്ങനെയാണെങ്കിൽ അവിടെ പോവാം. ഞാൻ സച്ചിനോട് പറയാം. നന്ദൻ, ഈശ്വര, മലമുകൾ ഗസ്റ്റ് ഹൗസിലാണല്ലോ നന്ദനെ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുന്നത്. ഇവിടുന്ന് ആരെങ്കിലും അവിടെ വരെ പോയിട്ട് കുറച്ച് കാലായി. എനിക്ക് വയ്യാതായതിനു ശേഷം അങ്ങോട്ടാരും പോകാറില്ല. എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം ആ ഗസ്റ്റ് ഹൗസ് സച്ചിക്കും നിനക്കും ഉള്ളതാ. അവിടെ എല്ലാവരും ഒന്ന് പോയി കാണുന്നത് നല്ല കാര്യമാണ്. ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ പ്രദേശമാണ്. അവിടെ പോയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ മറ്റെവിടേക്കെങ്കിലും പോ. ശരി അച്ഛാ, ഞാൻ സച്ചേട്ടനോട് പറയാം. ശരി മോളെ. ഹലോ മാഡം. ആ, നീ എവിടെയാ? നന്ദന്റെ അടുത്ത് തന്നെ ഉണ്ടോ? ഞാൻ തൊട്ടടുത്തുണ്ട് മാഡം. ആ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ആ മാഡം പറഞ്ഞോട്ടെ. നന്ദനെ എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്നും സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റണം. ഉടനെ. അതിപ്പോ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടിന്റെ അല്ല മാഡം. വേഗം എവിടെയെങ്കിലും മാറ്റണം എന്ന് പറയുമ്പോ മാറ്റിയേ പറ്റൂ. ഇവിടുന്ന് സച്ചി, അർച്ചനയും സന്ദീപും അവിടെ താമസിക്കാൻ വരുന്നുണ്ട്. അതാ പറഞ്ഞത്. 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എങ്കിൽ ഇവിടെ അടുത്ത് പൂട്ടിയിട്ടൊരു കെട്ടിടമുണ്ട്. പക്ഷേ അവിടെ ഇത്ര സൗകര്യമില്ല. സൗകര്യം കുറഞ്ഞാലും വേണ്ടില്ല. ഇന്നെങ്കിൽ ഇന്ന് മാറ്റിയേ പറ്റൂ. ശരി മാഡം. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. സച്ചി, അർച്ചന അവിടേക്ക് വന്നിട്ട് തിരികെ വരുമ്പോ സച്ചി മാത്രം ജീവനോടെ വന്നാ മതി. അർച്ചനെ വെള്ള പുതപ്പിച്ച് വേണം കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞെന്താന്ന് നിനക്ക് മനസ്സിലായോ? മനസ്സിലായി മാഡം. എന്നാ അതിനുള്ള ആളുകള് എത്ര പേര് വേണേലും വിളിച്ചു കൂടെ നിർത്താം. പക്ഷെ കാര്യം നടന്നിരിക്കണം. ഇരുചെവി അറിയാതെ തീർക്കാൻ പറ്റുന്നവർ എൻ്റെ കയ്യിലുണ്ട് മാഡം. ഞാൻ വിളിച്ചോളാം. എങ്കിൽ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കേ. ബാക്കിയൊക്കെ ഞാൻ വഴിയറിയിക്കാം. ശരി മാഡം.
സച്ചേട്ടാ ഉം, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. താൻ പറയടോ. ഫോൺ സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കുമ്പോ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുകയാണോ? ആ. അച്ഛൻ പറഞ്ഞ നമ്മുടെ ആ ഗസ്റ്റ് ഹൗസ് എവിടെയാ? ആ ആ അത് കുറച്ച് ദൂരെയാ. നല്ല സ്ഥലമാണോ? ആ നല്ല സ്ഥലമൊക്കെ തന്നെയാ. പക്ഷേ നമ്മൾ അവിടെ മാത്രമല്ലല്ലോ പോകുന്നത്. പിന്നെ അത് ഫോണിൽ സെർച്ച് ചെയ്തോണ്ടിരുന്നപ്പോഴല്ലേ താൻ വന്ന് ഫോൺ പിടിച്ചു വാങ്ങിയത്. സോറി. ഉം, അപ്പൊ എന്താ സച്ചേന്റെ പ്ലാൻ? ഉം. അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രം ഗസ്റ്റ് ഹൗസിൽ 1-2 ദിവസം തങ്ങുന്നു. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നു. എങ്ങോട്ട്? ആ ഏതെങ്കിലും നല്ല ടൂറിസ്റ്റ് പ്ലേസിലേക്ക്. ആ പറയ്, തനിക്ക് എവിടെ പോകാൻ ആഗ്രഹം? എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു താജ്മഹൽ. അത് സാധിച്ചല്ലോ. ഇനി അങ്ങനെ പോകണമെന്ന് ആഗ്രഹമുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ആ പിന്നെ കുഞ്ഞിലെ ഒരു സ്ഥലത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയൊരു സ്ഥലമുണ്ട്. ആ എനിക്ക് പെട്ടെന്നൊരു പനി വന്നു. അതുകൊണ്ട് ഞാനും അമ്മയും പോയില്ല. നമുക്ക് അവിടെ പോയാലോ? ആ അതെവിടെ ആയിരുന്നു? മൂകാംബിക ക്ഷേത്രം. ആ എവിടെ? മൂകാംബിക ക്ഷേത്രം സച്ചേട്ടൻ അറിയില്ലേ? ആ ഇനിയിപ്പോ മൊബൈലൊന്നും നോക്കണ്ട. മൂകാംബിക ക്ഷേത്രം ഫിക്സ്. ഹണിമൂണിന് പോകാൻ പറ്റിയ സ്ഥലമാ മൂകാംബിക. എന്റെ അഭിപ്രായത്തില് മൂകാംബിക മാത്രം ആക്കണ്ട. മധുരൈ മീനാക്ഷി ക്ഷേത്രം, ആദിയോഗി ശിവക്ഷേത്രം, അങ്ങനെ കയറി കയറി അവസാനം പത്മനാഭസ്വാമി ക്ഷേത്രത്തില് യാത്ര അവസാനിപ്പിക്കണം. ഹണിമൂൺ യാത്രയായതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കഠിന വ്രതം എടുത്ത് പോവുകയും ചെയ്യാം. അന്ന് അമ്മയ്ക്ക് വരാൻ പറ്റാത്തോണ്ട് അമ്മയും കൂട്ടാം. ആ? സച്ചേട്ടനെ കളിയാക്കുവായിരുന്നല്ലേ? പിന്നല്ലാതെ നമ്മൾ പോകുന്നത് ഹണിമൂണിനാ, അല്ലാതെ തീർത്ഥാടന യാത്രയല്ല. എനിക്ക് മൂകാംബിക തന്നെ പോയേ പറ്റൂന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സച്ചേട്ടൻ ചോദിച്ചോണ്ടല്ലേ ഞാൻ പറഞ്ഞ. ഓ ശരി ശരി ശരി. ഇനി അതിന്റെ പേര് പിണങ്ങിയിരിക്കണ്ട. എടോ വല്ലപ്പോഴും ഒരു തമാശയൊക്കെ വേണ്ടേ? എത്രയെന്ന് പറഞ്ഞാ മസിൽ പിടിക്കുന്നത്? അതെ, ഞാനും താനും മാത്രമല്ല പോകുന്നത്, സന്ദീപും ആതിരയും കൂടിയാ. അപ്പോ അവരോടുകൂടി ചോദിച്ചിട്ട് നമുക്ക് സ്ഥലം ഫിക്സ് ചെയ്യാം. അത് ഓർക്കുമ്പോഴാ എനിക്കൊരു പേടി. വല്ല പ്രശ്നം ഉണ്ടാവോ സച്ചേട്ടാ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. നമ്മളെ പോലെ തന്നെ അവർക്കും ആഗ്രഹം കാണില്ലേ എവിടെയും പോണം, അവരുടേതായ കുറച്ച് നിമിഷങ്ങൾ വേണമെന്നൊക്കെ. അതൊക്കെ ശരി തന്നെയാ. നമ്മുടെ കാര്യം പോലെ അല്ലല്ലോ സച്ചേട്ടാ അവരുടെ കാര്യം. വിവാഹം കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അത് നമ്മളെ തന്നെ ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ലേ. ഇനി എപ്പോഴാ അനുപേണ്ണ അടുത്ത വിവാഹാലോചനയും കൊണ്ടുവരുന്നതെന്ന് അറിയില്ലല്ലോ. അതിന് അന്ന് നിശ്ചയം മുടങ്ങിയ ദിവസം അതിരെല്ലാവരോടും പറഞ്ഞല്ലോ അവർക്ക് ഇപ്പോഴെങ്ങും ഒരു വിവാഹം വേണ്ടെന്നും പഠിക്കണമെന്നും. അതെല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. അതെ, താൻ സ്വന്തമായി ആലോചിച്ചു കൂട്ടുന്ന ടെൻഷൻ ഒന്നും ഒഴിവാക്ക്. ഈ ടെൻഷനും കൊണ്ട് എവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ആ ഒരു കാര്യം ചെയ്യാം. ഈ ടെൻഷൻ മാറാൻ വേണ്ടി ആദ്യം മൂകാംബികയ്ക്ക് വിട്ടാലോ? അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവാം. എന്റെ ചെവി ഇന്ന് മൊത്തം ഉപദ്രവമാണല്ലോ. ഇനി കളിയൊക്കെ ഇനി ഉപദ്രവിക്കും. ഇനി എന്താ അടുത്ത ആലോചന? അതല്ല, വേറൊരു പ്രശ്നമുണ്ട്. ചെവി ബുദ്ധി പിടിച്ച പിന്നെ എങ്ങനെ കേൾക്കാനും സച്ചേട്ടാ? വേറൊരു പ്രശ്നമുണ്ടെന്ന്. ഇനി എന്ത് പ്രശ്നം? ഞാനും സച്ചേട്ടനും സന്ധ്യവും ആതിരയെന്ന് പറഞ്ഞ
എന്റെ വീട്ടിൽ സമ്മതിക്കുമോ? എനിക്ക് തോന്നുന്നില്ല ഇപ്പോ. ഹ, അതിന് നമ്മൾ 4 പേരല്ലല്ലോ പോകുന്നേ. പിന്നെ ഹ, അതൊക്കെയുണ്ട്. എന്താ പ്ലാൻ? പറയൂ സച്ചേട്ടാ. എല്ലാം പറയാം. മോൾ ആദ്യം നാളെ സ്വന്തം വീട്ടിൽ പോകാൻ റെഡിയാവും. ബാക്കിയൊക്കെ ഈ സച്ചിയുടെ നേറ്റു. ഓക്കെ. കൊള്ളാം. മുഖ്യ ശത്രുവിന്റെ കൂടെ വിനോദസഞ്ചാരം. അതിലും നല്ലത് നമുക്ക് നേരെ ചെന്ന് ചെയ്തു പോയ അപരാധത്തിന് മുഴുവൻ കാല് പിടിച്ച് മാപ്പ് പറയാം. എന്നിട്ട് ചെയ്ത തെറ്റുകൾക്കെല്ലാം കൂടി ഗംഗയെ പോയി മുങ്ങാം. എന്റെ പൊന്നു ചേച്ചി, ചേച്ചി വേണമെങ്കിൽ അവരോടൊപ്പം ചേർന്ന് ടൂറിനോ എന്ത് വേണമെങ്കിലും പൊയ്ക്കോ. എന്നെ വിളിക്കണ്ട, ഞാൻ വരില്ല. അവരോടൊപ്പം ഞാൻ പോവാന്ന് പറഞ്ഞതിന്റെ അർത്ഥം തോറ്റുപോയിന്നല്ല. സച്ചി, അർച്ചനയും സന്ദീപും മാത്രം പോകുന്നത് നമുക്ക് അപകടമാ. അതാ നമുക്കൂടെ പോവാന്ന് പറഞ്ഞ. എന്ത് അപകടം? അവര് ടൂർ പോകുന്ന നമുക്കെങ്ങനെ അപകടമാവുന്നേ? അവര് പോയിട്ട് വരട്ടെ. അവര് പോകുന്നത് ആ ഗസ്റ്റ് ഹൗസിലേക്കാ. നമ്മൾ പലതും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഗസ്റ്റ് ഹൗസിലേക്ക്. അവിടെ ഞാനൊന്നും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ചേച്ചി എന്താ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ആ, അത് ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ മുന്നിലുള്ളത് ഒന്നെങ്കിൽ അവരുടെ യാത്ര തടയുക, അല്ലെങ്കിൽ കൂടെ പോവുക. സേതുമാധവനും മക്കളും തീരുമാനിച്ച കാര്യമായതുകൊണ്ട് യാത്ര മുടക്കാനൊരു വഴിയും കാണുന്നില്ല. അതുകൊണ്ട് കൂടെ പോവാം. കൂടെ പോയിട്ട് മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ചേച്ചിയുടെ മനസ്സിൽ? ഉണ്ട്. വലിയൊരു പ്ലാനുണ്ട്. എന്താ അത്? കൊലപാതകം. അർച്ചനയുടെ കൊലപാതകം. ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? അർച്ചനെ കൊല്ലാനോ? പിന്നെ വേണ്ടേ? ഉള്ള കാലം മുഴുവൻ അവളുടെ വിജയം കണ്ട് നമ്മളിങ്ങനെ ജീവിക്കാനാണോ? ചേച്ചി മുന്നേ എന്നോട് പറഞ്ഞത് വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ കൊല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന. അപ്പൊ ശരിക്കും അർച്ചന നമുക്ക് ഒരു നിവൃത്തികേടാണ് അല്ലേ ചേച്ചി? അതെ. ഇനി ഇങ്ങനെ പോയാ തോൽവിയേക്കാളും വലിയ വലിയ ആപത്തുകൾ നമുക്കുണ്ടാവും. അർച്ചനെ അങ്ങനെ തീർക്കാനാണെങ്കിൽ ഇത്രയും ദൂരം പോകേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഇവിടെ വെച്ചായിക്കൂടെ? ഇവിടെ വെച്ചായാൽ ഈ വീട്ടിലെ ഓരോരുത്തരുടെ നേർക്കാവും സംശയം. മാത്രമല്ല, അതിൽ കൂടുതൽ സംശയം നമുക്കെതിരെ തന്നെയാവും. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മളല്ല ചെയ്യുന്നതെങ്കിൽ നമ്മൾ സേഫാ. നമ്മളല്ലേ? വേറാര്? പറഞ്ഞുതരാം എല്ലാം. നമ്മൾ ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അർച്ചന കൊല്ലപ്പെടുന്നതിനോടൊപ്പം മറ്റൊരാൾ കൂടി ഇവിടെ കൊല്ലപ്പെടും. ആരും പ്രതീക്ഷിക്കാത്തൊരാളുകൂടി. ഞാൻ പറഞ്ഞില്ലേ ചേട്ടാ, എന്റെ അനിയത്തിക്ക് ഞങ്ങളിപ്പോൾ വിവാഹമൊന്നും നോക്കുന്നില്ല. അന്ന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ വേണ്ടെന്ന് തീരുമാനിച്ചു. ആ തീരുമാനം മാറുകയാണെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ? അനുപേട്ട, എന്താ നമ്മുടെ തീരുമാനം? തീരുമാനം? എന്ത് തീരുമാനം? ഏത് കാര്യത്തില്?
ആതിരയുടെ കാര്യത്തില് എന്റെ അമ്മ ഇപ്പൊ വിളിച്ചു പറഞ്ഞു ഒരു പയ്യന്റെ കാര്യം. അവിടെ നാട്ടിൽ ഓട്ടോ ഓടുന്ന പയ്യനാ. പിന്നെ കുറച്ച് രാഷ്ട്രീയമുണ്ട്. എന്തു പറയുന്നു? നമുക്കൊന്ന് ആലോചിച്ചാലോ? ഇതിനുള്ള മറുപടി ഞാനിപ്പോ ബ്രോക്കറോട് പറഞ്ഞതേ ഉള്ളൂ. ഇനി നിനക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. എന്റെ അനിയത്തി ആതിരയ്ക്ക് ഇപ്പൊ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നില്ല. തൽക്കാലം അതാണ് തീരുമാനം. അവക്ക് വിവാഹം ഇപ്പൊ വേണ്ടെന്നും ഇനിയും പഠിക്കണമെന്ന് അവള് പറഞ്ഞതും എന്നെപ്പോലെ തന്നെ നീയും കേട്ടതല്ലേ? കേട്ടു എന്ന് പറഞ്ഞ അവള് പറയുന്ന പോലെ കേട്ടു തുള്ളാൻ നിൽക്കുകയാണ് നിങ്ങള്. അതെ, അങ്ങനെ തുള്ളാൻ തന്നെയാ തീരുമാനം. ഇത്രയും നാളും നമ്മളൊക്കെ തീരുമാനിച്ച് അവളെ കൊണ്ട് അനുസരിപ്പിക്കാൻ നോക്കി. എന്നിട്ട് എന്തുണ്ടായി? കുറെ മാനക്കേടും കുറെ പൈസ ചെലവും. ഇനി അവള് തീരുമാനിക്കട്ടെ എപ്പോഴാ അവൾക്ക് വിവാഹം വേണ്ടെന്ന്. അപ്പോൾ നമുക്ക് നടത്തി കൊടുക്കാം. ആ, അതിനി എപ്പോഴായാലും നിന്റെ കെയർ ഓഫിൽ വേണം. ഒന്നിന്റെ ക്ഷീണം മാറിയില്ല ഇതുവരെ. അജയൻ മുഹൂർത്തത്തിന് വരാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? ആ, നീ ഒന്നും ചെയ്യണ്ട. അത് തന്നെയാ ഞാൻ പറഞ്ഞു വന്നത്. എന്താണ് തൊഴിലൊക്കെ? അനുപേട്ടൻ എടുത്തിടെ മുമ്പിൽ തോറ്റു തൊഴുതോ? അങ്ങനെയെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് നാവിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുമെന്നൊന്ന് നോക്കുകയായിരുന്നു. അല്ല, നിങ്ങളെന്താ പെട്ടെന്ന്? എനിക്ക് നേരത്തെ അറിയായിരുന്നു അർച്ചന ഇപ്പൊ ഇവിടെ എത്തുന്നു. ആതിരയുടെ കല്യാണക്കാരി സംസാരിച്ച അത് പതിവാണല്ലോ. വീണ്ടും തോണി തിരുനക്കരെ തന്നെ അല്ല അനുപേട്ട? ഏയ്, ഇപ്പൊ വിവാഹമൊന്നും അതിലേക്ക് വേണ്ടെന്നും അവള് പഠിക്കട്ടെ എന്നും ഞാൻ ഇവളോട് തൊഴുത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാ നിങ്ങൾ വന്നത്.